ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन् इति नामिने। नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. സോ എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 4-ാമത്തെ അധ്യായം 21-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കർമ്മത്തിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത് അല്ലെ? കർമ്മം, വികർമ്മം, അകർമ്മം, ഈ 3 കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. എന്താണ് കർമ്മം എന്ന് പറഞ്ഞാൽ ശ്രീദേവി മാതാജി? നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കർമ്മ. ആക്ടിവിറ്റീസ്. ഞാനാണ് ഡൂവർ, അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നത്. ഫലങ്ങൾ ഇച്ഛിച്ചിട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കർമ്മം. വികർമ്മം വികർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ. ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ, അതായത് ബെസ്റ്റ് അല്ല, അതായത് മറ്റുള്ളവർക്ക് ദ്രോഹങ്ങളായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ദ്രോഹങ്ങൾ. മറ്റുള്ളവരെ നമ്മള് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരു മനസ്സാ വാചാ കർമ്മം. എല്ലാവർക്കും ജീവനുണ്ട്, എല്ലാവർക്കും പെയിൻ ആൻഡ് പ്ലഷേഴ്സ് ഉണ്ട് അല്ലെ? എല്ലാവർക്കും വേദനയും സുഖവും ദുഃഖവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് മാത്രമല്ല, നമ്മൾ മാത്രമല്ല ജീവികള്, ജീവജാലങ്ങള്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, കൃമി കീടങ്ങളുണ്ട്, പക്ഷികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, ഇവരെല്ലാം ജീവിക്കുന്ന ആൾക്കാർ. ഇവർക്ക് എല്ലാവർക്കും വേരിയിങ് ഡിഗ്രീസിൽ ഏറ്റവും കൂടുതൽ പെയിനും പ്ലഷറും അനുഭവിക്കുന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞാൽ മൃഗങ്ങളാണ്. അങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവരുടെ ആ അവബോധത്തിന്റെ ലെവൽ അനുസരിച്ചിട്ട് ഓരോരുക്കും വ്യത്യസ്തമായിട്ടുള്ള അവബോധങ്ങളാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. മരങ്ങൾക്ക് ആവരണം ചെയ്യപ്പെട്ടതാണ് അല്ലെ? അവരുടെ അവബോധം കവേർഡാണ്, കവേർഡ് കോൺഷ്യസ്നെസ്. അത് കഴിഞ്ഞാൽ മനുഷ്യരുടെ അവബോധം 2 തരത്തിലാണ്, 3 തരത്തിലാണ് ആക്ച്വലി. ബഡ്ഡിങ്, പുളകിത, പിന്നെ വികസിത, പൂർണ്ണ വികസിത. മറ്റത് മുകുളിത, സോറി. മറ്റത് എന്താണ്? ആവൃത. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കവേർഡാണ്, ആ കോൺഷ്യസ്നെസ് കവേർഡാണ്. അവരുടെ അവബോധം പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അപ്പൊ അവർക്കുള്ള പെയിനും പ്രഷറും കുറവാണ്. മൃഗങ്ങള് അവരുടെ കുറച്ചും കൂടി അതന്നെ അവരുടെ ആവരണപ്പെട്ടതാണ്. പക്ഷെ വൃക്ഷങ്ങളെ പോലെയുള്ള ഒരു ആവരണപ്പെട്ടതല്ല, അവർ കുറച്ചും കൂടി മീതയാണ്. നമുക്ക് മനുഷ്യർക്ക് 3 സ്റ്റേജാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഏതാണ്? ബഡ്ഡിങ്, പിന്നെ ബ്ലോസമിങ് ആൻഡ് ഫുള്ളി ബ്ലോസംഡ്. ഓക്കെ,
വികസിത, പൂർണ്ണ വികസിത. അപ്പോ ആവൃത, മുകുളിത, പിന്നെ എന്തായാലും പറയാ വികസിത, പൂർണ്ണ വികസിത. അതിന്റെ ഇടയിൽ ഓക്കെ ഒന്ന് വിട്ടില്ല. സങ്കുചിത, സോറി, ഇവരുടെ ശങ്കൻ. മൃഗങ്ങളുടെ സങ്കുചിത ഉണ്ടോ? മറ്റേത് എന്താ പറയുക, മരങ്ങളുടെ വൃക്ഷങ്ങളുടെ ചെടികളുടെ എല്ലാമാണ് എന്താണ് ആവരണപ്പെട്ടത്. മറ്റേത് സങ്കുചിത, ശങ്കൻ. അവരെ കുറച്ചും കൂടി ഹയർ ഗ്രേഡിലാണ്. അപ്പൊ ഈ രണ്ടെണ്ണം മൃഗങ്ങളുടെയും പക്ഷികളുടെയും അതേപോലെ കൃമികീടങ്ങളുടെയും വൃക്ഷങ്ങളുടെയാണ്. അപ്പൊ ഓരോരുത്തരുടെയും അവബോധത്തിനനുസരിച്ചിട്ട് അവർക്ക് സുഖ ദുഃഖം ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും സുഖ ദുഃഖം ഉണ്ട്, എല്ലാവർക്കും പെയിൻ ആൻഡ് പ്രഷർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ജീവജാലങ്ങളെയും നശിപ്പിക്കാനുള്ള അധികാരം ഭഗവാൻ തന്നിട്ടില്ല. എന്നാൽ നമുക്ക് ജീവിക്കണ്ടേ? ജീവോ ജീവസ്യ ജീവനം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ജീവി മറ്റൊരു ജീവിയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്, ആഹാരത്തിനും പല കാര്യത്തിനും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കോട്ട തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കഴിക്കാം, മൃഗങ്ങൾക്ക് എന്ത് കഴിക്കാം, ഓരോരുത്തർക്കും ഓരോ കോട്ട ഭഗവാൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലപ്പുറം നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് പ്രകൃതിയോട് ചെയ്യുന്ന ചൂഷണമായിരിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാപകർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ കർമ്മം, വികർമ്മം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങള്. ഓക്കെ, മൃഗങ്ങളെ നശിപ്പിക്കാൻ പാടില്ല, അവരെ കൊല്ലാൻ പാടില്ല, നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അത് പാപമാണ്. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മറ്റു ജീവജാലങ്ങളെ, എസ്പെഷ്യലി അവബോധം കൂടിയിട്ടുള്ള, നമ്മൾ മനുഷ്യര് അവബോധം കൂടിയിട്ടുള്ള ആ ജീവജാലങ്ങളെ ഒന്ന് ഭക്ഷിക്കാൻ പാടില്ല. അത് പാപമാണ്. അപ്പൊ 4 പ്രധാനപ്പെട്ട പാപങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് മനുഷ്യർക്ക്. മറ്റുള്ളവർക്ക് പാപമില്ല, മനുഷ്യർക്ക് മാത്രമേ പാപമുള്ളൂ. കാരണം നമുക്ക് മാത്രമേ ഹയർ ഇന്റലിജൻസ് ഉള്ളൂ, ബുദ്ധിവിശേഷം, അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളുണ്ട്. മൃഗങ്ങൾക്ക് ഗ്രന്ഥങ്ങളില്ല, അവർക്ക് വായിക്കാൻ പറ്റില്ല. അവർക്ക് ഹയർ ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അവര് ഒരു പ്രകൃതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. നമ്മള് പ്രകൃതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു വരുന്നില്ല. അതിനെ ചൂഷണം ചെയ്ത് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. മൃഗങ്ങൾ എന്തെങ്കിലും വേറൊരു മൃഗത്തിനെ ഭക്ഷിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഇല്ല, അതിന് റെസ്പോൺസിബിലിറ്റി ഇല്ല, അതിന് കർമ്മഫലമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മൾ അതിന്റെ കണക്ക് കൊടുത്തേ പറ്റൂ ഭഗവാനോട്, പ്രകൃതിയോട്. നമ്മള് ആ ലെവലിലുള്ള അവബോധം ഉള്ള ആൾക്കാരാണ്. മൃഗങ്ങളെ സങ്കുചിത, അവരുടെ അവബോധം പൂർണ്ണമായിട്ടും വികസിച്ചിട്ടില്ലാത്തതുകൊണ്ട് സങ്കുചിത സ്റ്റേജിലാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും റിയാക്ഷൻസ്, അത് നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിൽ നമ്മൾക്ക് അനുഭവിക്കണം. അതാണ് കർമ്മം. അതുകൊണ്ട് നമുക്ക് കർമ്മം, വികർമ്മം, അകർമ്മം, ബാക്കി ഒരു ജീവജാലങ്ങൾക്കും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവര് പ്രകൃതി നിയമത്തിന്റെ അനുസരിച്ച് ജീവിക്കുന്നു. പ്രകൃതി എന്താണ് കൊടുത്തത് അത് മാത്രമേ ഭക്ഷിക്കുള്ളൂ. പ്രകൃതി എന്താണ് പറഞ്ഞത് മാത്രമേ ജീവിക്കുള്ളൂ. അല്ലാണ്ട് അവരുടേതായിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള തീരുമാനം അവരെടുക്കില്ല. നമുക്ക് എടുക്കാം, നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള തീരുമാനം എടുക്കാം, അല്ലെ? ഇന്നിപ്പോ ക്ലാസ്സിൽ വരാൻ നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമാണ്, അല്ലെ? ആരും നിങ്ങളെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിച്ചു എനിക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. സിനിമയ്ക്ക് പോവാം, അത് നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമാണ്. സിനിമയ്ക്ക് പോയാൽ കിട്ടുന്ന ആ അതിന്റെ ഫലവും ക്ലാസ്സിന് വരുമ്പോൾ കിട്ടുന്ന ഫലവും രണ്ടായിരിക്കും. അത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അനുസരിച്ച് നമുക്ക് കിട്ടും. നമ്മൾ
സിനിമയ്ക്ക് പോവാം, ക്ലബിൽ പോവാം, സത്സംഗിന് പോവാം, രാഷ്ട്രീയ പാർട്ടി മീറ്റിങ്ങിന് പോവാം, അങ്ങനെ എന്തിനു വേണമെങ്കിൽ പോവാം. ഇതിന്റെ എല്ലാം ഓരോ ചെയ്യുന്ന കർമ്മത്തിന്റെയും ഫലം അതിൻ്റെ അതായിട്ടുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് തന്നെ കിട്ടും. നേരെ മറിച്ച് ഒരു മൃഗം, ഒരു സിംഹം ഒരു മാനിനെ വേട്ടയാടി അത് കഴിച്ചാൽ അതിന് കർമ്മഫലമില്ല. കാരണം എന്താണ്? കാരണം? മൃഗത്തിന് കർമ്മമില്ലാത്തതുകൊണ്ട് കാരണം എന്താ? സങ്കുചിത. സങ്കുചിത. അവരുടെ അവബോധം പൂർണ്ണമായിട്ട് വികസിച്ചിട്ടില്ല. ഭഗവാൻ അവർക്ക് നമ്മളേക്ക് പോലുള്ള ആ ബുദ്ധി കൊടുത്തിട്ടില്ല. അത് കാരണം അവർക്ക് ചെയ്യുന്നതിനൊന്നും. അപ്പൊ ഒരു ജീവജാലങ്ങൾക്കും മനുഷ്യനൊഴികെ എന്ത് ചെയ്താലും അതെല്ലാം പ്രകൃതി വിരുദ്ധമായി ചെയ്യില്ല. അവര് പ്രകൃതിക്ക് അനുസൃതമായിട്ട് ചെയ്യുന്നു. നമ്മൾ മാത്രമേ പ്രകൃതി വിരുദ്ധമായി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മള് അതിന്റെ നല്ലതാണെങ്കിൽ നല്ലതും ചീത്തയാണെങ്കിൽ ചീത്തയുമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ നമ്മളെ മിക്ക ആൾക്കാരും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓഫീസിൽ ഒരു പദവി, ഒരു അതോറിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മാനേജർ ആയിരിക്കാം, സൂപ്പർവൈസർ ആയിരിക്കാം, ഓഫീസർ ആയിരിക്കാം. ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ കമ്പനി ഉടമസ്ഥൻ. അപ്പൊ അതിന് വിപരീതമായിട്ട് നമ്മൾ ജോലി ചെയ്താൽ എന്തായിരിക്കും? നമ്മുടെ ഓഫീസിൽ പൈസ വരുന്നുണ്ട്, അത് കമ്പനിയുടെ പൈസയാണ്. ആ കമ്പനിയുടെ പൈസ നമ്മളുടെ സ്വന്തം ചെലവിന് ഉപയോഗിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? കമ്പനി പണിഷ് ചെയ്യും അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? നമ്മളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാം, നമ്മളെ പോലീസിൽ ഏൽപ്പിക്കാം, എന്ത് വേണമെങ്കിൽ അതിന്റെ സീരിയസ്നെസ് അനുസരിച്ച് നമുക്ക് ശിക്ഷ കിട്ടും. അതേപോലെ പ്രകൃതി നമ്മളെ ശിക്ഷിക്കും, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ. എങ്ങനെ നമ്മുടെ ഒരു ഓഫീസിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ജോലി ശരിക്കും നിർവഹിക്കുന്നില്ലെങ്കിൽ അതിന് ശിക്ഷ കിട്ടുന്നു. അതേപോലെ പ്രകൃതിയിൽ നമ്മുടെ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളുടെ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും മറ്റു ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ജീവിച്ചില്ലെങ്കിൽ പ്രകൃതി, അതായത് പ്രകൃതി പറഞ്ഞാൽ ഭഗവാൻ തന്നെ, ഭഗവാൻ ഇൻഡയറക്ട്ലി, ഭഗവാന്റെ ശക്തിയാണ് പ്രകൃതി, മായ. അപ്പൊ ആ മായാദേവി നമ്മളെ ശിക്ഷിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ കർമ്മം, വികർമ്മം, അകർമ്മം. അകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയുടെ നിർദ്ദേശപ്രകാരം, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അതിൽ നമ്മളുടെ ഇന്ദ്രിയതൃപ്തി ഇല്ല. നമുക്ക് ഇന്ദ്രിയതൃപ്തി കിട്ടും. ആ ഭഗവാനെ സേവിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇന്ദ്രിയതൃപ്തി കിട്ടും. പക്ഷെ നമ്മളുടെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ പരോധർമ്മ, നമ്മളുടെ അൾട്ടിമേറ്റ് ഗോഡ് എന്താ വെച്ചാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ആ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിൽ നമുക്ക് സുഖം കിട്ടും, നമുക്ക് തൃപ്തി കിട്ടും. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രിക്കേറ്റ് ആണ്, അത്രയും ബുദ്ധിമുട്ടാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അത് പ്രഭുപാദ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. പ്രഭുപാദ പ്രാവശ്യം കാറിൽ പോയിരുന്നു. അപ്പൊ പ്രഭുപാദന്റെ കാറിന്റെ മുമ്പേ കുറെ മൃഗങ്ങളെ അറവുശാലയ്ക്ക് കൊണ്ടുപോകണം. പ്രഭുപാദന്റെ കാറിന്റെ മുമ്പേ കുറെ മൃഗങ്ങളെ അറവുശാലയ്ക്ക് കൊണ്ടുപോകണം. അപ്പോ ഈ വാഹനത്തിനെ മാറ്റി പ്രഭുപാദർ കാറിന് വഴി കൊടുത്തു. അപ്പം ഡിവോട്ടീസ് ചോദിച്ചു, ഇതിന്റെ എന്തായിരിക്കും കർമ്മം? അല്ല, സോറി, അങ്ങനെയല്ല കേട്ടോ, തിരിച്ചാണ്. ഓക്കെ, പ്രഭുപാദര കാറ് പിന്നിലാണ്. അതിന്റെ പിന്നില് അല്ല, അതിന്റെ മുമ്പിൽ ഒരു അറവുശാലയ്ക്ക് പോകുന്ന, അതിന്റെ മുമ്പിൽ വേറൊരു കാറുണ്ട്. ഓക്കെ, ഒരു കാറ് മൃഗങ്ങളെ കൊണ്ടുവന്ന ഒരു ലോറി, പിന്നെ അതിന്റെ പിന്നിൽ പ്രഭുപാദ. അപ്പൊ ഏറ്റവും മുമ്പിലത്തെ കാറ് വഴി കൊടുത്തു ഈ അറവുശാലയ്ക്ക് കൊണ്ടുവന്ന മൃഗങ്ങളെ ഏറ്റി കൊണ്ടുവന്ന ആ വണ്ടിക്ക്. അപ്പൊ പ്രഭുപാദര ഭക്തന്മാർ ചോദിച്ചു, എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന പറഞ്ഞു. അപ്പൊ അവർക്ക് പാപകർമ്മം കിട്ടും. അതെ, ഏത് കാറാണോ ഈ അറവുശാലയ്ക്ക് മൃഗങ്ങളെ കൊണ്ടുവന്ന ആ വണ്ടിക്ക് വഴി മാറ്റി കൊടുത്തത്, അവർക്ക് പാപകർമ്മം അനുഭവിക്കേണ്ടി വരും. കാരണം അവരെ കുറച്ചും കൂടി വേഗത്തിൽ പോകാൻ സമ്മതിക്കുകയാണ് അറവുശാലയ്ക്ക്. അല്ലേ? അതേപോലെ പ്രഭുപാദര കാറ് പിന്നിലുണ്ട്, മുമ്പിലത്തെ വേറൊരു കാറുണ്ട്. ആ കാറ് പ്രഭുപാദര കാറിന് വഴി മാറിക്കൊടുക്കാണ്. പ്രഭുപാദ ഒരു സ്പിരിച്വൽ ഡിസ്കോഴ്സിന്, സ്പിരിച്വൽ പ്രോഗ്രാമിന് പോകാൻ. അപ്പൊ ഡിസൈപ്പിൾസ് ചോദിച്ചു,
ഇവർക്ക് എന്താണ്, ഇവർക്ക് എങ്ങനെയാണ് കിട്ടുക? അവർക്ക് പുണ്യം കിട്ടും. റോവാദർ നേരെ മുമ്പിലുള്ള കാറ് അവർക്ക് വഴി മാറിക്കൊടുത്തപ്പോൾ ആ കാറിലെ ഡ്രൈവർക്കും മറ്റുള്ളവർക്കും പുണ്യം കിട്ടും. കാരണം റോബാദർ ഒരു നല്ല കാര്യം, ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിക്ക് ചെയ്യാൻ വേണ്ടി പോകണം, അതിനെ സഹായിച്ചതിന് അവർക്ക് പുണ്യം കിട്ടും. എത്ര വളരെ മൈന്യൂട്ടാണ് കാര്യങ്ങൾ അല്ലേ? പക്ഷെ അവിടെ ഒരാൾക്ക് ഒരു വഴി മാറിക്കൊടുത്തിട്ടുള്ളൂ. മൃഗങ്ങളെ അറവുശാലയ്ക്ക് കൊണ്ടുവന്ന ആ വണ്ടിക്ക് വഴി മാറിക്കൊടുത്ത ആ ഒരു കാര്യം കൊണ്ട് അവർക്ക് പാപകർമ്മം, റോബാദർ വണ്ടിക്ക് വഴി മാറിക്കൊടുത്തന്നെ അവർക്ക് പുണ്യകർമ്മം. രണ്ടുപേരും വഴി മാറിക്കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഇൻട്രിക്കേറ്റ് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ അല്ലെ? അത്രയും ഇൻട്രിക്കേറ്റ് ആണ് ഈ കർമ്മബലം എന്നാണ് പറയുന്നത്. അപ്പൊ കർമ്മം, വികർമ്മം, അകർമ്മം. മുമ്പൊക്കെ ബോംബെയിൽ പോയിട്ടുള്ള ആൾക്കാർ, ബോംബെയിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഞാനൊക്കെ പോകുന്ന സമയത്ത് കമ്പാർട്ട്മെന്റില് കുറെ എല്ലാവരും ഒരുമിച്ച് പോകുന്ന ആൾക്കാരാണ്, കുറെ കൂട്ടുകാരന്മാരുണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഈ കാർഡൊക്കെ കളിക്കും, ചീട്ട് കളിക്കും, ടൈം പാസിന്. കാണിച്ച 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ യാത്ര ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ അവരെന്താ, പക്ഷെ നല്ല നല്ല അവര് കുറച്ച് ഭക്തിയുണ്ട്. ഭക്തി എന്താ വെച്ചാൽ ആദ്യം കുറച്ച് അവരുടേതായ പ്രാർത്ഥനയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ പെട്ടി വെച്ചിട്ട് കാർഡ് വെച്ച് കളിക്കാൻ തുടങ്ങും. അപ്പൊ അറ്റ്ലീസ്റ്റ് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. സംഗതി അത് കഴിഞ്ഞ് സിഗരറ്റ് വലിയായിരിക്കും, അത് കഴിഞ്ഞാൽ കാർഡ് കളിക്കായിരിക്കും, ചീട്ട് കളിക്കായിരിക്കും. പക്ഷെ എങ്കിലും അവർ ഭഗവാൻ ഓർക്കുന്നുണ്ട്. കുറച്ച് ശ്ലോകങ്ങളൊക്കെ ചൊല്ലി, അവർ പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അതേപോലെ ചില ഓഫീസിലൊക്കെ ചെന്നാൽ അവർ ഈ കടയൊക്കെ, ഷോപ്പൊക്കെ തുറക്കുന്നതിന് മുമ്പേ അവർ ഗണപതിയോ അല്ലെങ്കിൽ കൃഷ്ണന്റെ, എങ്ങളുടെ രാമന്റെ അല്ലെങ്കിൽ ശിവന്റെ, ദേവിയുടെ ഫോട്ടോ ഉണ്ടായിരിക്കും. അവർ വേഗം ചെന്നു തുറന്നു ഒരു അഗർബത്തി അല്ലെ, ചന്ദനത്തിരി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി അടച്ചു വെച്ചു. എന്നിട്ട് അവരെ ബിസിനസ് തുറന്നു. അപ്പൊ ഒരു വിശ്വാസം ഉണ്ട് അവർക്ക്. ഭഗവാന്റെ ഒരു വിശ്വാസമുണ്ട്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം അവരുടെ ആ ഒരു സ്പിരിച്വൽ അക്കൗണ്ടിൽ കയറിക്കൂടും, സ്പിരിച്വൽ ക്രെഡിറ്റിൽ കയറിക്കൂടും. പക്ഷെ എന്താണ്, എല്ലാം അവനവന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കർമ്മമാണ് അവിടെ, അതെല്ലാം കർമ്മമാണ്. എന്താണ്, എനിക്ക് എങ്ങനെ എൻ്റെ പോക്കറ്റ് എങ്ങനെ അറിയാം, എൻ്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളാണ് അവരെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ആൾക്കാർ വളരെ കുറവായിരിക്കും. അത് അപ്പോൾ ആ ഭക്തിയുടെ ഡിഫറെന്റ് തലങ്ങളാണൊക്കെ, ഭക്തിയുടെ ഡിഫറെന്റ് തലങ്ങളാണ്. ആദ്യം നമ്മൾ ഭക്തി ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. മിക്ക ആൾക്കാരും ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ഞാൻ അമ്പലത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, അർച്ചന, പുഷ്പാഞ്ജലി, ഒരുപാട് ഇതുണ്ടല്ലേ, കാര്യങ്ങളുണ്ട് നമ്മുടെ അമ്പലങ്ങളിൽ. അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അർച്ചനയ്ക്ക് ഇത്ര, പുഷ്പാഞ്ജലിക്ക് ഇത്ര, ഈ ഹോമത്തിന് അത്ര, എന്താണ് സന്താന ലബ്ധി, വിവാഹത്തിന്റെ, അങ്ങനെ ഓരോരോ ഇതുണ്ട്. ഇതിനൊക്കെ എത്ര, ആ പൂജ ചെയ്യുന്നു, ഈ പൂജ ചെയ്യുന്നു, എന്നൊക്കെ ചെയ്യുന്നു. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്, നമ്മളുടെ ആവശ്യം നേടാൻ വേണ്ടിയിട്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്നു, സാധനങ്ങൾ മേടിക്കുന്നു. അതേപോലെ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, ഭഗവാനോട് പറയുന്നു, എനിക്കിത് വേണം, എനിക്ക് നല്ല ജോലി വേണം, എനിക്ക് പ്രൊമോഷൻ വേണം, എനിക്ക് വീട് വേണം, കാറ് വേണം. നല്ലത്, അതൊന്നും തെറ്റല്ല, അതൊന്നും നമ്മളുടെ ശാസ്ത്രത്തിന് വിരുദ്ധമല്ല. പക്ഷെ അതുകൊണ്ട് നമ്മളുടെ ജീവിത ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യജന്മത്തില് എല്ലാവർക്കും ഒരു അൾട്ടിമേറ്റ് ഗോളുണ്ട്, പരമ ലക്ഷ്യമുണ്ട്. അതിൽ എന്താണ് പരമലക്ഷ്യം? ഭഗവത് പ്രാപ്തി, ഈശ്വര സാക്ഷാത്കാരം. അത് നേടാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുനരഭി ജനനം, പുനരഭി മരണം, ഈ ചക്രത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ഇത് പാപമല്ല, നമ്മൾ ചെയ്യുന്ന പാപമല്ല. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഏത് ഭഗവാൻ കൃഷ്ണനായാലും ശരി, രാമനായാലും ശരി, ശിവനായാലും ശരി, ദേവിയായാലും ശരി, ആരെയായാലും അവരോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇന്നത് വേണം, എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത്ര ഇത് തരാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, അമ്പലത്തില് അത് സ്വർണം പൂശാം, അല്ലെങ്കിൽ ഈ എന്താ പറയുക, പണം ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ റോഡ് നന്നാക്കി തരാം. അതായത് ഗീവ് ആൻഡ് ടേക്ക് അല്ലേ? നമ്മൾ കുട്ടികളോട് പറയും, നമുക്ക് ഫസ്റ്റ് ക്ലാസ് വന്നാൽ ഞാൻ സൈക്കിൾ മേടിച്ചു തരാം,
മോട്ടോർ സൈക്കിൾ മേടിച്ചാൽ ഇന്നിപ്പോ സൈക്കിൾ മോട്ടോർ ഇന്ന് പ്ലെയിൻ മേടിച്ചു കൊണ്ടിരിക്കട്ടെ. ഇന്നത്തെ കാലം അങ്ങനെയാണ്. സൈക്കിൾ മോട്ടോർ സൈക്കിളൊക്കെ പോയി, ഇന്ന് പ്ലെയിൻ മേടിച്ചു. അതേപോലെ നമ്മുടെ ഒരു ഗീവ് ആൻഡ് ടേക്ക്, ഒരു ഡീലിംഗ് ആണ്. അപ്പൊ അതല്ല ഭക്തി. ഭക്തിയുടെ ആ തുടക്കമാണ്. ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകുന്നതന്നെ വലിയ കാര്യം. ഭഗവാനെ പ്രാർത്ഥിക്കുന്ന അത് എന്ത് കാരണത്തിലാണ് ശരി, അത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണ് ശരി, ആഗ്രഹിക്കാണെന്ന് ശരി, അത് ആ ഭക്തിയുടെ ഡിഫറെന്റ് ലെവലാണ് മാത്രം. പൂർണ്ണമായിട്ടുള്ള ആ ഭക്തി പറഞ്ഞാൽ, വിശുദ്ധമായിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ ഒന്നും ഇച്ഛിക്കാതെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാനെ പ്രീതിക്ക് വേണ്ടിയിട്ട്, അതാണ് ഭക്തി. ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരെ ബാല കാമ. അതായത് നമ്മുടെ ആത്മ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള പ്രീതി, അതിനെന്താ പറയാ? കാമം എന്ന് പറയാ. അറിയോ? ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരെ ബലി കാമ. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിന് കാമം എന്ന് പറഞ്ഞു, ലസ്റ്റ്. കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ ധാരെ പ്രേമനാമ. കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ ധാരെ പ്രേമ നാമ. കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മത്തെ പ്രേമം എന്ന് പറയുന്നു. അപ്പൊ നമ്മളുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യത്തെ എന്ന് പറയുന്നു കാമം, അല്ലേ? കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ ധാരെ പ്രേമ നാമ. കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ നമ്മള് പ്രേമം എന്ന് പറയുന്നത്. ഇത് രണ്ട് വ്യത്യാസം. അപ്പൊ നമ്മൾ എന്തായിരിക്കണം ചെയ്യണത്? നമ്മളുടെ മനുഷ്യജന്മത്തിന്റെ ആ പരമലക്ഷ്യത്തെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ ധാരെ പ്രേമനാമ. അപ്പൊ കൃഷ്ണേന്ദ്രിയ ഋഷികേശ സേവനം ഭക്തിരുച്ചതേ. ഋഷികേശ സേവനം ഭക്തിരുച്ചത് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രീതി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളല്ല, സ്വന്തം ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരെ ഭലെ കാമ. കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ ധാരെ പ്രേമ നാമ. ഇതാണ് ടെക്സ്റ്റ് 21 വായിക്കാം. നിരാശീര്യഥാ ചിത്താത്മാ ത്യക്താ സർവാ പരിഗ്രഹാം ശരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീര്യഥാ ചിത്താത്മാ ത്യക്താ സർവാ പരിഗ്രഹാം ശരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. എല്ലാവരും ഒരു പ്രാവശ്യം വായിച്ചോളൂ. നിരാശീര്യഥാ ചിത്താത്മാ ശരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിരാശീര്യത ചിത്താത്മാ ത്യക്തഃ സർവപരിഗ്രഹ ശരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ജോബി മാതാജി, ശ്രീദേവി മാതാജി. കേൾക്കുന്നില്ല. ഓക്കെ, ജോബി മാതാജി. ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹ ശരീരം കേവലം കർമ്മ കുർവന്നപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. നിരാശീര്യത ചിത്താത്മാ തൃക്ത സർവപരിഗ്രഹ ശരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഹരി ബോൾ.
ശൈലജ മാതാജിക്ക് വായിക്കാൻ പറ്റുമോ? വായിക്കാം. ഹരേ കൃഷ്ണ. നിരാശ്രയത ചിത്താത്മാ തെക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. വെരി ഗുഡ്. അതിന്റെ ട്രാൻസ്ലേഷൻ ജോബി മാതാജി വായിച്ചോളൂ. മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായി നിയന്ത്രിച്ചു തന്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമസ്ഥാവകാശ ബോധം ഉപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിന്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല. Very good. Such a man of understanding acts with mind and intelligence, perfectly controlled, gives up all sense of proprietorship over his possessions and acts only for the bare necessities of life. Thus working, he is not affected by sinful reaction. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ തൻ്റെ ബുദ്ധിയും മനസ്സും ശരിക്കും കൺട്രോൾ ചെയ്തത്, അതിന് സംയമനം പാലിച്ച് നമ്മളുടെ സെൻസ് ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താതെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നത്, അവനവന്റെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പാപകർമ്മങ്ങളിൽ നിന്നും മുക്തി കിട്ടുന്നു. അങ്ങനത്തെ പാപകർമ്മങ്ങളിൽ ഏർക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിന് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അകർമ്മത്തിലായിരിക്കണം ചെയ്യേണ്ടത്. എന്താണ് അകർമ്മം? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത്, അവനവന്റെ ഇന്ദ്രിയ തൃപ്തിയല്ല. So a Krishna conscious person does not expect good or bad results in his activities. His mind and intelligence are fully controlled. അപ്പോൾ ഒരു കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു ഭക്തന് എന്താണ് നല്ലതും ചീത്തയും അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ നമുക്കാണ് നല്ലതും ചീത്തയും. കാരണം വെച്ചാൽ നമ്മൾ ഇത് എൻ്റെ തൃപ്തി, ഇത് ഭഗവാന് വേണ്ടിയിട്ട്. അപ്പൊ കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് ഇല്ല. സ്പിരിച്വൽ ആക്ടിവിറ്റി, മെറ്റീരിയൽ ആക്ടിവിറ്റി അങ്ങനെയില്ല. അവർ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ ആക്ടിവിറ്റിയാണ്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ആ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം അവനവന്റെ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. അവനവന് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കോളും. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം പ്രയത്നിക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രഭുപാദ 24 മണിക്കൂറും കൃഷ്ണാവബോധത്തിലാണ്. പ്രഭുപാദ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കുന്നുണ്ട്. ഭഗവാൻ പ്രഭാതിക്കുള്ള പ്രസാദം, ഭഗവാൻ പ്രഭാതിക്ക് എവിടെ താമസിക്കണം, ഓക്കെ, പ്രഭാതിക്കുള്ള ക്ലോത്തിങ്, ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഹൗസ്, അല്ലേ? ഇത് മൂന്നല്ലേ, റൊട്ടി കപ്പട മക്കാൻ, ഇതല്ലേ എല്ലാവർക്കും വേണ്ടത് അത്യാവശ്യമായിട്ട്. റൊട്ടി കപ്പട മക്കാൻ, പിന്നെ ഭക്ഷണം വേണം, ഉടുക്കാൻ വസ്ത്രം വേണം, താമസിക്കാൻ ഒരു സ്ഥലം വേണം. ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുള്ള ഒരാൾക്ക് ഇതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അവനവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കോളും. അപ്പൊ അതാണ്, ഭഗവാൻ പൂർണ്ണമായിട്ടും ആശ്രയിച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാറില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണെങ്കിൽ ഭഗവാൻ നമ്മളെ ശരിക്കും നോക്കി രക്ഷിച്ചോളും. എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം നമുക്ക് നൽകും. ഒരു പ്രശ്നമില്ല. നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എത്രയോ ബ്രഹ്മചാരികളുണ്ട്, നല്ല നല്ല ബ്രഹ്മചാരികളുടെ, നല്ല നല്ല ഡിവോട്ടീസ്. അവരുടെ അടുത്ത് അവർക്ക് വീടുമില്ല, ഒന്നുമില്ല, പക്ഷെ അവർ ജീവിക്കുന്നില്ലേ, ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ ആവശ്യങ്ങളും അവർക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഭൗതിക തലത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഭക്തന്മാർ മുഖേന. അവർക്ക് വീടില്ല, അല്ലേ, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, ബാങ്ക് ബാലൻസ് ഇല്ല, പൈസ ഇല്ല, പക്ഷെ അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ലേ, മുറയ്ക്ക് ഉണ്ട്. കാരണം അവർ ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മളുടെ സ്വന്തം ആ കഴിവിനെ ആശ്രയിക്കുകയാണെങ്കിൽ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, അല്ലെങ്കിൽ മക്കളെ, അച്ഛനമ്മമാരെ മക്കളെ, മക്കൾ അച്ഛന്മാരെ, അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ആശ്രയം കിട്ടുള്ളൂ. ഒരു പരിധി വരെ, ഒരു ലിമിറ്റ് വരെ നമുക്ക് ആ ഒരു ആശ്രയം കിട്ടുള്ളൂ. പൂർണ്ണമായിട്ട് ആശ്രയം കിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും മക്കളെ എപ്പോഴും രക്ഷിക്കാൻ പറ്റില്ല, അല്ലേ? വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, മക്കൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ അധീനത്തിലാണോ? അച്ഛനമ്മമാരുടെ അധീനത്തിലാണോ? അല്ല. അപ്പൊ എന്താണ് സംഭവിക്കാറില്ല. അപ്പൊ ആരാണ് രക്ഷിക്കുന്നത്? ഭഗവാൻ, അല്ലേ? നമ്മളുടെ കയ്യിലല്ല. പോയി കഴിഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അധീനത്തിലല്ല. അപ്പൊ അവരെ രക്ഷിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെ എവിടെ രക്ഷിക്കണം അവിടെ രക്ഷിക്കും, എവിടെ ശിക്ഷിക്കണം വെച്ചാൽ അവിടെ ശിക്ഷിക്കും.
അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ളൊരിത്, ഞാൻ കാരണമാണ്. ഓക്കെ, നമ്മളുണ്ട്, ഭഗവാൻ നമുക്ക് ചില കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല, അത് ഭഗവാന്റെ കയ്യിലാണ്. നമുക്ക് നമ്മുടെ മക്കൾക്ക് പൈസ കൊടുത്തിട്ട് നല്ല അഡ്മിഷൻ മേടിക്കാൻ പറ്റും, അല്ലേ? പക്ഷെ പഠിക്കുക എന്നുള്ളത് മക്കളുടേതാണ്. നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കുക, ഈ കാര്യങ്ങളൊക്കെ, നല്ല സ്വഭാവങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവരത് അനുസരിക്കണ്ടേ, അതനുസരിച്ച് ജീവിക്കണ്ടേ, അത് അവരുടെ കയ്യിലല്ലേ. അത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ. നമുക്കതിന് കണ്ടീസീവ് ആയിട്ടുള്ള ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ അവരുടെ കർമ്മപരനുസരിച്ച് അവർ ജീവിക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ അതിന് പ്രയത്നിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ വിട്ടുകൊടുക്കും. നമ്മളുടെ കർമ്മം നമ്മൾ ചെയ്യുക, ബാക്കി ഭഗവാൻ ആണ്. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ട ആ കർമ്മം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയില്ലാണ്ട് ചെയ്യുക, ബാക്കി ഭഗവാന്റെ കയ്യിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഹിസ് മൈൻഡ് ആൻഡ് ഇന്റലിജൻസ് ആർ ഫുള്ളി കൺട്രോൾഡ്. ആരുടെ? ഒരു കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തന്റെ. He knows that because he is part and parcel of the Supreme, the part played by him as part and parcel of the whole is not his own activity, but is only being done through him by the Supreme. പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച ശരണാഗതി എടുത്തുള്ള ഒരു ഭക്തനെ എന്തെല്ലാം ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനാണ്, പൂർണ്ണമായിട്ടുള്ള ആശ്രയിച്ച്. ഇപ്പോ അർജുനൻ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചു, അല്ലെ? ആ ഭഗവാന്റെ ഡയറക്ഷനിലാണ് അർജുനന്റെ കുതിരകൾ പോകുന്നത്. അതേപോലെ നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് അത് വേണ്ട വിധത്തിൽ നയിക്കുന്നത് ഭഗവാൻ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനായിരിക്കും, പരമാത്മാവ്. പക്ഷെ പൂർണ്ണമായിട്ടുള്ള ആ ആശ്രയം വേണം, പൂർണ്ണമായിട്ടുള്ള സമർപ്പണം വേണം. അല്ല, ഞാൻ കുറച്ച് എടുക്കാം, കുറച്ച് കഴിഞ്ഞ് ഭഗവാൻ നിങ്ങൾ എടുത്തോളൂ, ഇല്ല, അങ്ങനല്ല. പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് ഭഗവാൻ വേണ്ടുന്ന ആ നേവിഗേഷൻ, അതിൻ്റെ നിർദ്ദേശം കൊടുക്കും. എങ്ങനെ അർജുനനെ വേണ്ട വിധത്തിൽ നയിച്ചുവോ, അതേപോലെ നമ്മളും ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചാൽ നമ്മുടെ മനസ്സിനെ ഭഗവാൻ കൺട്രോൾ എടുത്ത് നമ്മളെ വേണ്ടുന്ന വിധത്തിൽ നയിക്കും. So when the hand moves, it does not move out of its own accord, but by the endeavor of the whole body. കൈ നമ്മുടെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈ മാത്രം വിചാരിച്ചാൽ പോരാ, മതിയോ? The whole body has to cooperate, അല്ലേ? പൂർണ്ണമായിട്ട് ഈ ശരീരം മുഴുവനും നമ്മൾ അതിനെ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. ഓരോ പാർട്സും, നമ്മളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ഫുൾ ബോഡിയുടെ സഹകരണമാണ്. കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഈസ് ഓൾവേസ് ഡൗട്ടൈൽ വിത്ത് ദ സുപ്രീം ഡിസയർ, or he has no desire for personal sense gratification. കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് യാതൊരു തൃപ്തിയും ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളില്ല. മറിച്ച് ഭഗവാൻ എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രകാരം നമ്മൾ ജീവിക്കുക. ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഭാരത ഭൂമിയിലെ ഹൈല മനുഷ്യ ജന്മയാര ജന്മ സാർത്ഥകരി പരോപകാര. ഭാരതഭൂമിയിൽ ജനിച്ചൊരു വ്യക്തിയുടെ എന്താണ് ദൗത്യം? ഭൂമിയിലെ ഹൈല മനുഷ്യ ജന്മയാര. ഭാരതഭൂമിയിലെ ആരാണോ മനുഷ്യരായിട്ട് ജന്മിച്ചിരിക്കുന്നത്, എന്താണ് പറയുന്നത്? ജന്മ സാർത്ഥകരി. നമ്മുടെ ജന്മം സാഫല്യമാക്കണം, സാർത്ഥകമാക്കണം. എന്നിട്ട് ഉപകാരം, മറ്റുള്ളവർക്ക് ഉപകാരം കൊടുക്കണം, ഉപകാരം ചെയ്യണം, അവരെയും കൃഷ്ണ അവബോധത്തിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഇതാണ് ഭാരതഭൂമിയിൽ ജനിച്ച ഓരോ വ്യക്തികളുടെയും ദൗത്യം, കർത്തവ്യം. നമ്മളുടെ ജന്മത്തിനെ സാർത്ഥകമാക്കണം ആദ്യം, എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതം വിഫലമാണെന്ന് പറയുന്നത്. നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻ പറയുന്നത്? നമ്മൾ ആദ്യം
ഓക്സിജൻ മാസ്ക് ഇടുക, എന്നിട്ട് നമ്മുടെ മക്കൾക്കോ കുട്ടികളോ ആരെ കൂട്ടിച്ചാൽ അവർക്ക് ഇട്ടുകൊടുക്കുക, അതിനെ സഹായിക്കുക. അതേപോലെ നമ്മള് ഭാരതഭൂമിയിൽ, കാരണം ഭാരതഭൂമി എന്ന് പറഞ്ഞാൽ പുണ്യഭൂമിയാണ്. ഇവിടെയാണ് എല്ലാ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ഉണ്ടായിരിക്കുന്നത്. എവിടെയാണ്? അമേരിക്കയിലാണോ? ലണ്ടനിലാണോ? യൂറോപ്യൻ രാജ്യങ്ങളിലോ? എല്ലാം ഈ ഭാരതഭൂമിയിൽ. നമ്മൾ എക്സ്റ്റൻഷൻ്റെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ ഒരു ഏരിയയിലാണ് എല്ലാ അവതാരങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കൂടുതൽ ഭഗവാന്റെ അവതാരങ്ങളും എല്ലാ ഋഷിവര്യന്മാരും എവിടെ ഉണ്ടായിരിക്കുന്നത്? ഈ ഭാരതഭൂമിയിലാണ്. മറ്റു സ്ഥലത്ത് ഇല്ലാന്നില്ല, വളരെ ദുർലഭം. നമ്മളുടെ ഭാരതഭൂമിയിൽ അത് നോക്കുകയാണെങ്കിൽ 1% or 2% ഒക്കെ മറ്റുള്ള സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും നമ്മുടെ ശ്രേഷ്ഠ ഭാരതം എന്ന് നമ്മുടെ ഭാരതത്തെ വിശേഷിപ്പിക്കാനുള്ള കാരണം തന്നെ നമ്മളുടെ ഭാരതഭൂമിയുടെ ആ ശ്രേഷ്ഠത കാരണമാണ്. എല്ലാ അവതാരങ്ങളും ഇപ്പോൾ അല്ലേ, നമ്മുടെ ഇവിടുന്ന് നോക്കാം, മറ്റൊക്കെ മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമന, ഇതൊന്നും ഭൂമിയിലുണ്ടായതല്ല. അത് കഴിഞ്ഞ് പരശുരാമ, ശ്രീരാമ, കൃഷ്ണ, ബലരാമ, ബുദ്ധ, കൽക്കി വരാൻ പോകുന്നു. ഇതെല്ലാം നമ്മുടെ ഈ സ്ഥലത്താണ്. അപ്പൊ അത്രയും അവതാരങ്ങൾ നമ്മുടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എത്രയോ ഋഷിവര്യന്മാര് എന്ന് പറഞ്ഞാൽ നമുക്ക് ആചാര്യന്മാരെ, ഇപ്പൊ റീസെന്റ് ആചാര്യന്മാരെടുക്കാം. ശങ്കരാചാര്യ, രാമാനുജാചാര്യ, മാധവാചാര്യ, ചൈതന്യ മഹാപ്രഭു, ഷഡ്ഗോസ്വാമികള്, ഓക്കെ. പിന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള റീസെന്റ് ആചാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമകൃഷ്ണ പരമഹംസരെ, ശ്രീനാരായണ ഗുരു, അല്ലേ, അതേപോലെ കുറൂരമ്മ, ധാരണ ഭട്ടതിരി, പൂന്താനം, നരസിംഹേദ, അങ്ങോട്ട് മഹാരാഷ്ട്രയിലേക്ക് പോയാൽ ജ്ഞാനദേവ്, നാംദേവ്, സന്ത് തുക്കാറാം, അല്ലെ, ഗുരുനാനാക്ക്, വിവേകാനന്ദൻ, ശിലപ്രഭുപാദ, ഷഡ്ഗോസ്വാമി, എത്രയോ ആചാര്യന്മാരാണ്. ഇവരൊക്കെ ഇവിടെ ഈ ഭാരതഭൂമിയിൽ ജനിച്ച ആൾക്കാരാണ്. മറ്റുള്ള കുറച്ച് സയന്റിസ്റ്റ് ആയിട്ടുള്ള ആധുനിക തലത്തില്, അതായത് ഭൗതിക തലത്തിൽ കുറച്ച് സയന്റിസ്റ്റ് മറ്റവിടെ ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ശരിക്കും ഫിലോസഫി, ശരിക്കും സിദ്ധാന്തം, ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭാരതഭൂമിയിൽ മനുഷ്യ ജന്മയാര, ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാര് അവരെ ആദ്യം അവരുടെ ജീവിതം സാർത്ഥകമാക്കണം, അതിനുശേഷം അവര് പരോപകാരം ചെയ്യണം മറ്റുള്ളവർക്ക് എന്ന് പറയുന്നു. നമ്മുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ അത് ഫോളോ ചെയ്യണം, ഈ ധർമ്മം ഫോളോ ചെയ്യണം, അല്ലേ? ധർമ്മം ഫോളോ ചെയ്ത് മാത്രം പോരാ, നമ്മളുടെ കർത്തവ്യം കൂടിയുമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കല്. അപ്പൊ അവനവന് കഴിയുന്നതനുസരിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആദ്യം നമ്മൾ സ്വയം പഠിക്കണം, അത് ആചരിക്കണം, എന്നിട്ടാണ് മറ്റുള്ളവർക്ക്. അല്ലാണ്ട് നമ്മൾ പഠിക്കാതെ, നമ്മൾ ആചരിക്കാതെ മറ്റുള്ളവർക്ക് സർമൺ കൊടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഞാനെപ്പോഴും പറയുന്ന, ഇപ്പൊ ഞാൻ ജപിക്കാതെ നിങ്ങളോട് ജപിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും? ഇല്ല. അച്ഛൻ സിഗരറ്റ് വലിക്കണ്ട, മകനോട് പറയാ സിഗരറ്റ് വലിക്കരുത് പറഞ്ഞ് കേൾക്കും? മകനില്ല. അച്ഛൻ എന്തിനാ വലിക്കണമെന്ന് ചോദിക്കും. അപ്പൊ നമ്മള് എക്സാമ്പിൾ ആവണം, നമ്മൾ മോഡൽ ആവണം, എന്നാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്താവണം? ഇതില് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞ പോലെ വാചോ വേഗം, മനസാ ക്രോധ വേഗം, ജിഹ്വാ വേഗം, ഉദരോ പഷ്ത വേഗം, ഏതാൻ വേഗാന്യോ വിഷഹേദ ധീരാത് സർവം അഭിമാം പൃഥ്വിം ച ശിഷ്യാത്. വാചോ വേഗം, നമ്മുടെ എർജ്, ത്വര. എന്താണ് വാചോ എന്ന് പറഞ്ഞാൽ? സംസാരിക്കാനുള്ള ത്വര. എപ്പോഴും നമുക്ക് എന്താണ്? നാവ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, സംസാരിച്ചു കൊണ്ടേയിരിക്കണം. നെവർ എൻഡിങ് ആണ്. പ്രജൽപ, ഗോസിപ്പ്, അല്ലെ? അവരെ പറ്റി പറയാ, ഇവരെ പറ്റി അറിയാം, അവരെ പറ്റി ദൂഷ്യം, ഇവരെ പറ്റി ദൂഷ്യം. പൊളിറ്റിക്സ്, സിനിമ, സ്പോർട്സ്, അല്ലെ? ഭഗവാന്റെ നാമം മാത്രം ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും. പ്രജൽപ, വാചോ വേഗം, അതിന്റെ ത്വരയാണ്. കാരണം നാവ് ഒരാളെ കണ്ടാൽ അയ്യോ എല്ലാം പറയും.
ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം പറയില്ല, ബാക്കി എല്ലാ ഈ ലോകത്തെ എല്ലാ വർത്തമാനം പറയും. എന്നാ ഒരു പ്രാവശ്യം എന്തെങ്കിലും ശ്ലോകം പറയുക, അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യം ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് ഓക്കെ, അതും കൂടിയില്ല. എല്ലാവരെ പറ്റിയിട്ടും പരദൂഷണം പറയുക, ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ കാര്യം പറഞ്ഞു, ഭക്തന്മാരുടെ കാര്യമല്ല പറയണം, സാധാരണ ജനങ്ങൾ അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം വഴക്കൂടും, എന്നിട്ട് പോവുകയും ചെയ്യും. അപ്പൊ വാച്ചോ വേഗം, ആ ത്വരയെ നമ്മൾ കൺട്രോൾ ചെയ്യണം. സംസാരിക്കേണ്ട ത്വര, അതിനെ കൺട്രോൾ ചെയ്യണം. മനസ്സിനെ കൺട്രോൾ ചെയ്യണം. മനസ്സ് ചഞ്ചലമാണ്, മനസ്സ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചു കൊണ്ടിരിക്കും, സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിനെ കൺട്രോൾ ചെയ്യാൻ അത്ര ഈസി അല്ല. ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട്, മനസ്സ് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിനെ എന്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു കുരങ്ങിനോടാണ്, അല്ലെ? ആ കുരങ്ങ് സാധാരണ കുരങ്ങൊന്നല്ല. ആ കുരങ്ങൻ മദ്യപിച്ചിട്ടുണ്ട് ഇത്ര കുറച്ച്. കുരങ്ങൻ അല്ലെങ്കിൽ എന്താണ്, ചഞ്ചലമാണ്, ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കില്ല, എപ്പോഴും ഒരു ശാഖയിൽ നിന്ന് മറ്റു ശാഖയിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും, അല്ലെ? എപ്പോഴും അങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവി നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു കുരങ്ങനെ മദ്യം കിട്ടിയാൽ എന്തായിരിക്കും? അതിന്റെ ഫ്രീക്വൻസി കൂടും, അല്ലേ? അത് മാത്രം പോരാ, മദ്യം മാത്രമല്ല, അതിനെ തേളും കടിച്ചിട്ടുണ്ട്. കുറെ തേള്, ഒരു തേള് കടിച്ച ആൾക്കാർക്ക് അറിയാം. എനിക്ക് കടിച്ചിട്ടില്ല, പക്ഷെ നമുക്കറിയാം, കടിച്ച ആൾക്കാരിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര പെയിൻഫുൾ ആണ്, ഇരിക്കെ പുറത്ത് ഉണ്ടാവില്ല, അത്രയും പെയിൻഫുൾ അത്. അപ്പൊ ഒരു 1000 തേള് ഒരേ സമയത്തിന് ആ കുരങ്ങനെ കടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? കുരങ്ങൻ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്, അത് മദ്യപിച്ചിട്ടുണ്ട്, അതിന് മീതെ തേള് കടിച്ചു. അതും പോരാഞ്ഞിട്ട് ഭൂതപ്രേതവും അതിന് ആ ബാധ, ഭൂതത്തിന്റെ ബാധയും കൂടി അതിനുണ്ടെന്ന് ഈ കുരങ്ങനെ. അപ്പൊ എന്തായിരിക്കും ആ കുരങ്ങന്റെ സ്ഥിതി? അതേപോലെയാണ് നമ്മുടെ മനസ്സിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കുരങ്ങാണ് നമ്മുടെ മനസ്സെന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ കൃപ വേണം. ഭഗവാന്റെ നാമത്തിലൂടെ മാത്രമേ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റൂ. ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ, ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ആ ഒരു ശക്തി നമുക്ക് കിട്ടും. ഇപ്പൊ വാച്ചോ മനസ്സ, ക്രോധം, ദേഷ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്, വേരിയിങ് ഡിഗ്രീസിൽ എല്ലാവർക്കും ദേഷ്യമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിനെ നല്ല കാര്യത്തിന് പോയി, ദേഷ്യം ഉണ്ടാവും, ഇല്ലാതെ പറ്റില്ല. കുട്ടികളെ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല ചെയ്തില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, അല്ലെ? നമ്മളതിന് ചെയ്യണം, ദേഷ്യത്തോടു കൂടി ശകാരിച്ചിട്ട് അവരെ വേണ്ട സമയത്ത് അവരെ കൺട്രോൾ ചെയ്യണം. പക്ഷെ ദേഷ്യം നല്ല കാര്യത്തിൽ വേണം, പക്ഷെ അനാവശ്യമായിട്ടും ദേഷ്യം വരും. അപ്പൊ അങ്ങനെയുള്ള ആ ദേഷ്യത്തിന് നമ്മൾ കൺട്രോൾ ചെയ്യണം. മനസ്സാ ക്രോധവേഗം, ജിവ്വ, നമ്മുടെ നാവ്. വീണ്ടും ആദ്യത്തെ നമ്മുടെ സംസാരത്തിന്, രണ്ടാമത്തെ ആ ജിവ്വ എന്ന് പറഞ്ഞാൽ നാവ് എന്തിനാ ഉപയോഗിക്കുന്നത്? നാവിന് 2 ആക്ടിവിറ്റി ഉണ്ട്. രുചി അറിയാനുള്ള കഴിവ്. എന്താണ്? രുചി, ഭക്ഷണം കഴിക്കുക, അല്ലെ? അപ്പൊ ആ ഭക്ഷണം കൺട്രോൾ ചെയ്യണം. എന്തും കഴിക്കാൻ പാടില്ല. നമ്മൾക്ക് ഒരു കോട്ട തന്നിട്ടുണ്ട് ഭഗവാൻ, സസ്യാഹാരം. അതും വെറുതെ കഴിക്കാൻ പാടില്ല, അതും ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് കഴിക്കണം. യജ്ഞശിഷ്ടാസിനോ ശന്തോ മുച്ചന്തേ സർവകൽപിഷേ മൂഞ്ചതേ ദേവതകം പാപം ഏ പചന്തി ആത്മകാരണാത്. ഭഗവാന് സമർപ്പണം ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പാപം മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് കഴിക്കുന്നു ഇതെല്ലാം ഭഗവാൻ അർപ്പണം ചെയ്യണം. പക്ഷെ എന്ത് കഴിക്കണം എന്നുള്ളതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പത്രം, പുഷ്പം, ഫലം, തോയം എന്നീ കാര്യങ്ങളാണ് കഴിക്കാൻ പാടുള്ളൂ. മട്ടണം, ചിക്കണം, മണ്ടെന്നും പറഞ്ഞിട്ടില്ല. അപ്പോ വാച്ചോ വേഗം, മനസ്സാ ക്രോധവേഗം, ജിഹ്വ വേഗം, അതിന്റെ ത്വരയെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഉദരോ അപസ്ഥ വേഗം, ഉദരോ പറഞ്ഞാൽ ഡൽഹി. എഗെയിൻ നമ്മുടെ വയറ്റില്, നമ്മുടെ ദൂരത്തിൽ എന്ത് കഴിക്കണം എന്നത്
നമ്മൾ തീരുമാനിക്കണം. എന്തും കഴിക്കാൻ പാടില്ല. അപക്വത എന്ന് പറഞ്ഞാൽ ജെനറ്റൈൽസ്. അതും നമ്മളുടെ ശാസ്ത്രപ്രകാരം ഔട്ട് ഓഫ് വെഡ്ലോക്ക് മാത്രമേ റിലേഷൻഷിപ്പ് പാടുള്ളൂ. ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പാടില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ 3 ഗ്രോസ് ആണ്, 3 സട്ടിലാണ്. ആദ്യത്തെ 3 വളരെ ഗ്രോസ് ആയിട്ടാണുള്ളത്, മറ്റേത് സട്ടിലാണ്. ക്രോധ അല്ലേ, അത് വാചോവേഗം, മനസ്സാ, ക്രോധ, ജിഹ്വ, ഉദരോ, അപക്വത, സട്ടിലായിട്ടുള്ള ഈ 6 ത്വരകളെ, 6 അർജസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ലോകം മുഴുവന് നമുക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഭക്തനായി തീരും. ഭക്തന്മാരെ ഫോളോ ചെയ്യാൻ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരിക്കും. ഇതാണ് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ രൂപ ഗോസ്വാമി പറയുന്നത്. അപ്പൊ ഇത് വളരെ സയന്റിഫിക് ആണ്. നമ്മൾ വിചാരിക്കും കലികാലല്ലേ, നമുക്കൊന്നും പറ്റില്ല. നമുക്ക് പറ്റണം. അല്ലെങ്കിൽ എന്താണ്? പുനരപി ജനനം, പുനരപി മരണം. ഈ സൈക്കിൾ കൂടെ കടന്നു പോകേണ്ടി വരും. മനുഷ്യ ജന്മം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നല്ലൊരു വീട്ടില്, നല്ലൊരു ധനികന്റെ വീട്ടിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ട് പിന്നത്തെ കാര്യം അല്ലേ? നല്ല ധനികന്റെ വീട്ടിൽ ജനിച്ചു, നമുക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാം, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാം, അവരുടെ കമ്പനിയിലെ വലിയ വലിയ പദവിയിൽ നമുക്ക് ഇരുന്നിട്ട് നല്ല ആസ്വദിക്കാൻ പറ്റും. അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ അങ്ങനത്തെ ഒരു ധനികന്റെ വീട്ടില് ജനിച്ച ഒരു വ്യക്തി ജോപ്പടപ്പെട്ടിയില് ചേരിയിൽ ചെന്ന് താമസിക്കുമ്പോ എന്തായിരിക്കും സ്ഥിതി? കാര്യമില്ല. അതേപോലെ നമുക്ക് ഇത് ഈ ഭഗവാൻ ഈ മനുഷ്യ ശരീരം തന്നിട്ടുണ്ട്. ഈ മനുഷ്യ ശരീരം കൊണ്ട് നമുക്ക് ഇതൊന്നും ആർജിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ മനുഷ്യ ജന്മം കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മൾ മൃഗം തമ്മിലും എന്താണ് വ്യത്യാസം? അപ്പൊ ഇതാണ് പറയുന്നത്, വാചോവേഗം, മനസ്സാ ക്രോധവേഗം, ജിഹ്വാവേഗം, ഉദരോ അപക്വത ഏതാൻ വേഗാന്യോ വിഷഹേദീരാ സർവം അഭിമാം പൃഥ്വിംച ശിഷ്യാത്. ഈ പൃഥ്വിയില്, ഈ ഭൂമിയിലെ എല്ലാവരും അങ്ങനത്തെ ഒരു വ്യക്തിയെ, അങ്ങനത്തെ ഒരു ഗോസ്വാമിയെ ഫോളോ ചെയ്യും. എന്താണ് ഗോസ്വാമി എന്ന് പറഞ്ഞാൽ? ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ, സ്വാമി പറഞ്ഞാൽ കൺട്രോളർ. തൻ്റെ ഇന്ദ്രിയങ്ങളെ തൻ്റെ അധീനത്തിൽ കൊണ്ട ഒരു വ്യക്തിയാണ് ഗോസ്വാമി. നമ്മൾ ഇപ്പൊ തൽക്കാലത്തിന് ഗോസ്വാമി അല്ല, ഗോദാസന്മാരാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു മധുരം കഴിക്കാൻ പാടില്ല, എനിക്കറിയാം, ഡയബറ്റീസ് ഉണ്ട്, ഒരു സ്വീറ്റ് അവിടെ കണ്ടാൽ നമുക്ക് അവിടെ നിൽക്കക്കള്ളിയില്ല, എങ്ങനെയെങ്കിലും അത് കഴിക്കണം, പാടില്ല എന്ന് പറഞ്ഞാലും. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യുന്നു. കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ സംയമനത്തിന് കൊണ്ടുവരാൻ പറ്റുന്നില്ല, നമ്മുടെ അധീനത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിട്ട് ജീവിക്കുന്നു നമ്മൾ. അതുകൊണ്ട് നമ്മളെ ഗോദാസന്മാരെന്ന് പറയുന്നു. നമ്മൾ എന്താണ് ആക്ച്വലി ആവേണ്ടത്? ഗോസ്വാമി. അതാണ് ആ പദവി. ചില ആൾക്കാർക്ക് ഇപ്പോഴും പേരിന്റെ കൂടെ ഗോസ്വാമി എന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവര് എത്ര കണ്ട് ഗോസ്വാമികളാണ് നമുക്ക് കണ്ടറിയണം. അതൊരു ടൈറ്റിലായി മാത്രം. ത്രിവേദി, ചതുർവേദി. ത്രിവേദി പറഞ്ഞ 3 വേദങ്ങളിൽ നിപുണന്മാരായിട്ടുള്ള ആൾക്കാർ. ചതുർവേദി പറഞ്ഞാൽ 4 വേദങ്ങളിലും നിപുണന്മാരായിട്ടുള്ള ആൾക്കാർ. പക്ഷെ എന്താ? വെറും ടൈറ്റിൽ മാത്രമായി. മുമ്പത്തെ കാലത്ത് അങ്ങനെ ടൈറ്റിൽ ഉണ്ടെങ്കിൽ അവർക്ക് ആ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് കാണാൻ ബുദ്ധിമുട്ടാണ്. ഗോസ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും സമന്വയത്തിൽ കൊടുന്ന് അതിനെ കൺട്രോൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി. ഗോദാസൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയത്തിന്റെ അധീനത്തിൽ വന്ന് ഇന്ദ്രിയത്തിന്റെ ആഗ്രഹത്തിന് അനുസൃതമായി ജീവിക്കുന്ന വ്യക്തികൾ. So as a machine part requires oiling and cleaning for maintenance, so a Krishna conscious man maintains himself by his work just to remain fit for action in the transcendent loving service of the Lord. ഒരു മെഷീനറി യൂസ് കഴിഞ്ഞാൽ അതിന് റെഗുലർലി അതിനൊരു ഓയിലിംഗ് സർവീസ് ഒക്കെ വേണം അല്ലേ? അതേപോലെയാണ് ഇവിടെ പറയുന്നത്, കൃഷ്ണ കോൺഷ്യസ് മാൻ മെയിൻറ്റെയിൻസ് ഹിംസെൽഫ് ബൈ ഹിസ് വർക്ക് ജസ്റ്റ് ടു റിമെയിൻ ഫിറ്റ്. അപ്പം നമ്മളും നമ്മളുടെ ഈ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാന്റെ ആ ഭക്തിയുത സേവനത്തിൽ
ഏർപ്പെടാൻ വേണ്ടിയിട്ട്, അതിന് വിഘ്നം വരാതെ നല്ല രീതിയിൽ ഭഗവാനെ സേവിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ശരീരം അതിനെ വെറുതെ അവഗണിക്കാൻ പാടില്ല. ഓ, ഐ എം നോട്ട് ദിസ് ബോഡി, ഐ എം ദ സോൾ എന്ന് പറഞ്ഞിട്ട് ശരീരത്തിനെ അവഗണിക്കാൻ പാടില്ല. ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമുക്ക് ഭക്തിയുത സേവനം ചെയ്യണം, ഭഗവാനെ സേവനം ചെയ്യണം. അപ്പൊ നല്ല ഹെൽത്ത് വേണം. അപ്പൊ അതിൻ്റെതായിട്ട് ചിട്ടകളിൽ നമ്മൾ ജീവിക്കാനാണ്. അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഓ, ശരീരമല്ലേ, പെരിഷബിളാണ്, നശ്വരമാണ്, ശാശ്വതമല്ല, അതുകൊണ്ട് ഞാൻ അവഗണിക്കാം. ഇല്ല. ഈ ശരീരത്തിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവുണ്ട്. ആ പരമാത്മാവിനെ സ്നേഹിക്കണം, ഭഗവാനെ സേവിക്കണം. അതിന് നല്ലൊരു ശരീരം വേണം. അപ്പോൾ നമ്മുടെ ആഹാരക്രമം മിതാഹാരം പാടുള്ളൂ, മിതമായിട്ടുള്ള സംസാരമേ പാടുള്ളൂ. എല്ലാം മിതം, ഒന്നിനും കൂടുതലും കുറവും പാടില്ല. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ ശരിക്കും ശ്രദ്ധ ചെലുത്താൻ പറ്റുള്ളൂ. ഒരുപാട് കച്ചറകൾ നമ്മുടെ മനസ്സിൽ നിറച്ചാൽ അതിന്റെ പിന്നാലെ നമ്മുടെ മനസ്സ് പായും. അപ്പൊ ഭഗവാന് സമയം കൊടുക്കാണ്ടാവില്ല. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഏറ്റെടുക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ തിരസ്കരിക്കണം, നമ്മൾ റിജക്റ്റ് ചെയ്യണം. അത് നമ്മുടെ തലയിൽ വരാൻ പാടില്ല. He is therefore immune to all the reactions of his endeavors. Like an animal, he has no proprietorship even over his own body. A cruel proprietor of an animal sometimes kills the animal in his possession, yet the animal does not protest. അപ്പോൾ ഏതൊരു വ്യക്തിയുടെ കയ്യിലാണ് ഒരു മൃഗമുള്ളത്, ആ മൃഗത്തിന്റെ പ്രൊപ്പറേറ്റർ, അധികാരി ആ മനുഷ്യനാണ്. ആ മനുഷ്യൻ ആ മൃഗത്തിനെ കശാപ്പ് ചെയ്താലും അത് പ്രൊട്ടസ്റ്റ് ചെയ്യില്ല. കാരണം അതിന് പറ്റില്ല. അപ്പൊ അത് പാടില്ല. നോട്ട് ഡസ് ഇറ്റ് ഹാവ് എനി റിയൽ ഇൻഡിപെൻഡൻസ്. കാരണം അതിന് സ്വാതന്ത്ര്യമില്ല. അപ്പൊ നമ്മളെ ഒരാളെ അടിക്കാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഓ, സ്ലോട്ടർ ഹൗസിലെ ആടുകളോ പശുക്കളോ നിരന്ന് നിൽക്കുകയാണ്, ഓരോന്നിനും സ്ലോട്ടർ ചെയ്യുന്നു. അടുത്തത് തൻ്റെ ടേണാണ്, ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന അവർക്ക് ആ ബുദ്ധിയില്ല. അവരിങ്ങനെ ലൈനിൽ പോകുന്നു, അവരെയും കശാപ്പ് ചെയ്യുന്നു. അവരൊന്നും പിന്മാറില്ല. നമ്മളാണെങ്കിൽ അവിടുന്ന് ഓടും. കാരണം നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് അതിനുള്ള ബുദ്ധിയും ഭഗവാൻ തന്നിട്ടുണ്ട്. ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യില്ല. കാരണം വെച്ചാൽ അവരങ്ങനെയാണ്, അവരുടെ സങ്കുചിതമായിട്ടുള്ള ബോധാവസ്ഥയാണ്. നോട്ട് ഡസ് ഇറ്റ് ഹാവ് എനി റിയൽ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യമില്ല. അതിനെ കയറിട്ട് കെട്ടി മരത്തിൽ കെട്ടിയിരുന്നു, നമുക്ക് എവിടെ വേണം കൊണ്ടുപോകണം, അല്ലേ? ഇപ്പോൾ കഴുതകളാണെങ്കിൽ ഭാണ്ഡങ്ങൾ അതിൻ്റെ ചുമല് എന്താ പറയുക, തോളത്തിട്ടിട്ട് കൊണ്ടുപോകണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്. കുതിരകളെ, ആനകളെ, കഴുതകളെ, പശുക്കളെ എല്ലാറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യണം. മനുഷ്യരെ എല്ലാവരെയും ചൂഷണം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചൂഷണം ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത ജന്മം അതേപോലെ ആയിത്തീരും. So Krishna conscious person fully engaged in self-realization has very little time to falsely possess any material object. For maintaining body and soul, he does not require unfair means of accumulating money. അപ്പൊ നമ്മളുടെ ശരീരത്തിനെയും നമ്മുടെ ആത്മാവിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാപകർമ്മങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അനാവശ്യമായിട്ട് നമ്മൾ പണം സമ്പാദിക്കാനാണോ, പേരും പ്രശസ്തിയും സമ്പാദിക്കാനാണോ, മറ്റു കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി കലിയുഗത്തിൽ നമ്മളെല്ലാവരും എന്താണ്, എങ്ങനെ കൂടുതൽ പൈസ സമ്പാദിക്കാം, എങ്ങനെ കൂടുതൽ ഇന്ദ്രിയ തൃപ്തികൾ നേടാൻ പറ്റും, അതിൻ്റെ പിന്നാലെ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ. പ്രാക്ടീസിങ് ഡിവോട്ടീസും കൂടിയും അതിന്ന് മുക്തരായിട്ടില്ല. കാരണം അവർ അറ്റാച്ച്മെന്റ് ഇപ്പോഴും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിന്ന് വിട്ടുപോരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും ഡിറ്റർമിനേഷൻ വേണം. അത് സത്സംഗത്തിൽ കൂടിയും ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നമ്മൾ തുടങ്ങിയ അന്ന് എന്തായിരുന്നു, ഇപ്പോൾ എന്നാണ്, അതിൽ നമ്മൾ നോക്കുമ്പോൾ, നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറും ഏതൊരു വേദമുഖമാനെ, അതായത് നമ്മൾ മുഖം കൊണ്ട് വേദങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, സംസാരിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ പാലിക്കന്നെ ചെയ്യണം. വെറും ലിപ് സർവീസ് കൊണ്ട് മാത്രം നടക്കില്ല. രാവിലെ എഴുന്നേക്കണം,
രാവിലെ ജപിക്കണം എന്ന് നാവറ് പാടിയിട്ട് കാര്യമില്ല, നമ്മളത് ചെയ്യുന്നെ വേണം. അല്ലേ? എല്ലാവരും പറയും രാവിലെ എഴുന്നേക്കണം, രാവിലെ ജപിക്കണം. ഓക്കെ, നുണ പറയാൻ പാടില്ല, ദുഷ്ടി പറയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. പക്ഷെ അതേ കേൾക്കുള്ളൂ. അറിയാം നമുക്ക്, പക്ഷെ ചെയ്യുന്നില്ല. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നില്ല. അതിപ്പോ നമുക്ക് ജ്ഞാനമുണ്ട്, വിജ്ഞാനമായിട്ടില്ല. നോളജ് ഉണ്ട്, റിയലൈസ് നോളജ് ആയിട്ടില്ല. റിയലൈസ് നോളജ് എപ്പോഴാവുക? നമ്മൾ പ്രാക്ടിക്കലി അത് പരിശീലിക്കുമ്പോൾ. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടുമെന്ന് അറിയാം. കാരണം നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതം കുറെ കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് പാപം, എന്ത് പുണ്യം, എന്ത് അകർമ്മം, എന്ത് വികർമ്മം, എന്ത് കർമ്മം, ഇതെല്ലാം നമുക്ക് എല്ലാം അറിയാം. പക്ഷെ ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും സത്സംഗില് നമ്മളുടെ എല്ലാവരും, അതായത് ഡിവോട്ടി സത്സംഗില് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മളെ അങ്ങനെ എന്തെങ്കിലും അപരാധങ്ങളോ പാപങ്ങളോ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ തന്നെ ഓർമ്മിപ്പിക്കും ഇത് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഓർമ്മ വരുമ്പോൾ തീർച്ചയായിട്ടും അന്ന് മാറിയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവണം. അപ്പൊ അതിന് നമ്മള് കുറച്ച് ഡിറ്റർമിനേഷൻ കൂടി വേണം. യെസ്, പുതിയ വർഷം നമുക്ക് വരുമ്പോൾ നമ്മൾ റിസൊല്യൂഷൻ എടുക്കാറുണ്ട്. ഇന്ന് മുതൽക്ക് ഞാൻ ഇന്ന ചെയ്യില്ല, അത് ചെയ്യും, ഇത് ചെയ്യും, ഓരോ റിസൊല്യൂഷൻ എടുക്കാം. അതേപോലെ നമ്മൾ ഓരോ സമയത്തും നമ്മൾ നമ്മളെ തന്നെ താക്കീത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിനെ ലൈറ്റ് എടുക്കാൻ പറ്റില്ല. ലൈറ്റ് എടുത്താൽ എന്താണ് നമുക്കറിയില്ല എത്ര ജന്മം എടുക്കേണ്ടി വരുന്നു. അപ്പൊ ഭക്തി മാർഗത്തില് ഓരോ സ്റ്റെപ്പും ബേബി സ്റ്റെപ്പാണ് നമ്മൾ വെക്കുന്നെങ്കിലും അത് അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഒരു സ്റ്റെപ്പും ബേബി സ്റ്റെപ്പ് എടുത്താണ് ശരി, അത് നമ്മൾ തുറന്നുകൊണ്ടിരിക്കണം. എന്നാലേ നമ്മുടെ ആ അൾട്ടിമേറ്റ് ഗോളിൽ നമ്മൾ എത്തുള്ളൂ. സോ ഫോർ മെയിൻറ്റെയിനിങ് ബോഡി ആൻഡ് സോൾ ഹി ഡസ് നോട്ട് റിക്വയർ unfair means of accumulating money. He does not therefore become contaminated by such material sins. He is free from all reactions to his action. അപ്പൊ നമ്മൾ എന്ത് തന്നെ കർമ്മം ചെയ്താലും ശരി, അതിന്റെ കർമ്മഫലത്തിൽ നിന്ന് നമ്മൾ മുക്തരാവും. അത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ. അല്ലാത്ത പക്ഷം അത് നമുക്ക് അനുഭവിക്കേണ്ടി വരും. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. എന്നാണ് ഈ ശ്ലോകത്തിൽ ബ്രീഫായിട്ട് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. അടുത്തത് 22 അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. गो प्रेम. हरे कृष्ण.